ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. വിജയകരമായിട്ട് ഒന്നാമത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ആ ഒരു ബ്രഹ്മാണ്ഡ പരീക്ഷയിലേക്ക് കടന്നു വന്ന് നിൽക്കുകയാണ് നറൂട്ടോയും സാക്കുറയും സാസുകയും പിന്നെ 10-20 നിഞ്ചാസും. അവരെ കാത്തിരിക്കുന്ന ആ ഒരു ടാസ്ക് എന്താണെന്നും അവരത് കംപ്ലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞു തരുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തേത്. അവരെ കാത്തിരിക്കുന്ന ആ ഒരു ടാസ്ക് എന്താണെന്നും അവരത് കംപ്ലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞു തരുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോ നറൂട്ടോ കുട്ടപ്പന്റെ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ എപ്പിസോഡിലേക്ക് കടന്നെല്ലാം. കഴിഞ്ഞ എപ്പിസോഡില് ഒരു ഉത്തരം പോലും എഴുതാതെ വലിയ പരീക്ഷ പാസ്സായ നമ്മുടെ നറൂട്ടോയുടെ കഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ ടെസ്റ്റ് നടത്താൻ പോവാണ്. അതൊരു കാട്ടിൽ വെച്ചാണ്. മരണത്തിൻ കാടെന്നാണ് ആ ഒരു കാടിന്റെ തന്നെ പേര്. ഈ ടെസ്റ്റ് നടത്താൻ പോകുന്നത് ഹങ്കു എന്ന് പേരുള്ള നമ്മുടെ മാസ്റ്റർ പെണ്ണാണ്. കാടിന്റെ പേര് കേട്ടതും വിറച്ചു നിൽക്കുന്ന നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ മുൻപിലേക്ക് നേരത്തെ കണ്ട പോലെ 2 ഓട്ടയുള്ള ഒരു കല്ല് വരും. ആദ്യം ഒന്ന് പേടിച്ച് നറൂട്ടോ മാറി നിൽക്കുമെങ്കിലും അത് മുൻപ് വന്ന പോലെ തന്നെ കൊനഹമാരും കൂട്ടരുമാണെന്ന് നമ്മുടെ ചെക്ക തിരിച്ചറിയും. ഹേ ചിന്ന പയ്യൻസ്, നിങ്ങൾക്ക് വീണ്ടും എന്താണ് വേണ്ടത്? ഞാൻ ഭയങ്കര ബിസിയാണ്. നിങ്ങളുടെ കൂടെ കളിച്ചും ചിരിച്ചും നടക്കാൻ എന്റെ കയ്യിൽ സമയമില്ല. ഞാൻ ജൂനിയർ എക്സാം സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോവാണെന്ന് നമ്മുടെ ചെറുക്കൻ വലിയ കാര്യത്തിൽ പറയും. അപ്പോഴാണ് യഥാർത്ഥത്തില് കൊനഹമാരും പിള്ളേരും എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് പിള്ളേര് തന്നെ പറയാ. ഈ എക്സാമിനെ കുറിച്ച് അവിടെയുള്ള എല്ലാവരുമായിട്ട് ഇന്റർവ്യൂ നടത്തി ഒരു ഫീച്ചർ തന്നെ ഉണ്ടാക്കി അക്കാദമി ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാനാണ് നമ്മുടെ ആൾക്കാരുടെ പ്ലാൻ. അതിനാദ്യമായിട്ട് നറൂട്ടോ കുട്ടപ്പനെ തന്നെ ഇന്റർവ്യൂ ചെയ്യാനാണ് പൊടിപ്പിള്ളേര് അവിടേക്ക് എത്തുക. സംഭവം എന്താണെന്ന് തിരക്കി ഹക്കുവും നമ്മുടെ പൊടിപ്പിള്ളേരോട് ചോദിക്കുമ്പോ ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ വേണം, അക്കാദമി ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാനാണെന്ന് പറയുമ്പോഴാണ് ഹൊക്കാഗെ ഓൾറെഡി ഈ ഒരു കാര്യം പറഞ്ഞ കാര്യം ഹക്കുവിനും ഓർമ്മ വരിക. ഹങ്കു ആവട്ടെ പെട്ടെന്ന് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനും 10 മിനിറ്റ് ഇന്റർവ്യൂ കൊടുക്കും. ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാവരും കൊനഹമാരും ടീമിനും ആവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇല്ലെങ്കില് തൂക്കിയെടുത്ത് ആ കാട്ടിലേക്ക് ഞാൻ ഇടുമെന്ന് ഒരു ഭീഷണി കൂടെ മുഴക്കും. കൊനഹമാരു നറൂട്ടോ കുട്ടപ്പനെ മാത്രം വിശ്വസിച്ചാണ് അവിടേക്ക് എത്തിയത്. ഇത് കേട്ട നറൂട്ടോ ആവട്ടെ, ഡോൺ വറി, ഞാനില്ല ഇവിടെ, ഒക്കെ ഞാൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ നറൂട്ടോ ഉസുമാക്കി. ഞാൻ ഹിഡൻ വില്ലേജിലെ ഒരു അതിശക്തനായിട്ടുള്ള നിഞ്ചയാണ്. ഫൺ, പ്രാങ്ക്, പണി കൊടുക്കുക, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ. ഇപ്പൊ ഒരു ജൂനിയർ ആണെങ്കിലും ഭാവിയിൽ വലിയൊരു ഹൊക്കാഗെയായിട്ട് ഞാൻ മാറിയിരിക്കും. ക്ലോൺസ് ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നിഞ്ചയായി മാറിയത്, സാക്കുറയുടെയും സാസുകയുടെയും കൂടെ കൂടിയത്, ഒരുപാട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്തത് മാത്രമല്ല നമ്മുടെ സാസുക അവൻ വളരെയധികം ധൈര്യശാലിയാണ്. ഫേമസ് ആയിട്ടുള്ള ഉച്ചിഹ ക്ലാനിലും ഉള്ളവനാണ്. അവനെ പോലെ ആവാൻ ശ്രമിച്ച് പണി കിട്ടിയതും പിന്നീട് ഗ്രൂപ്പായിട്ട് ടാസ്ക് ചെയ്തപ്പോ പൊട്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിയതും, കുപ്പ പെറുക്കാൻ പോയിട്ട് വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകാൻ പോയപ്പോ സാസുക പൊക്കെടുത്തത്, നായകളെ സെലക്ട് ചെയ്തപ്പോ ഏറ്റവും വലിയ നായനെ പിടിച്ച് 8ന്റെ പണി വാങ്ങിയത്, പിന്നീട് എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഹൊക്കാഗയെ കാണാൻ പോയത്, അവിടെ വെച്ച് കൊനഹമാരുവിനെ മീറ്റ് ചെയ്തത്, കൊനഹമാരു ഹൊക്കാഗയുടെ പേരക്കുട്ടി ആണെങ്കിൽ പോലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ അടുത്തും തറുതല പറഞ്ഞ് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി. അങ്ങനെ പറ്റിയ മണ്ടത്തരങ്ങൾ ഓരോന്നായിട്ട് നറൂട്ടോ പറയും. പിന്നീട് നിഞ്ച ജിപ്സ് യൂസ് ചെയ്തതും ഒരുപാട് പഠിച്ചെടുത്തതും, ആദ്യമായിട്ട് ഇറൂക്ക ടെസ്റ്റ് വെച്ച സമയത്ത് ഒരു പെൺകുട്ടിയായി മാറിയില്ലേ, അതിന്റെ പേരാണ് സെക്സി ജിപ്സു. പിന്നീട് സീക്രട്ട് ഫയൽ മോഷ്ടിക്കാൻ വന്നപ്പോ ഷാഡോ ക്ലൗൺ യൂസ് ചെയ്ത് അവനെ ഇണ്ടൻ അടിച്ചതും കൂടെ നമ്മുടെ നറൂട്ടോ മറക്കാതെ പറയും. ഹൊക്കാഗയുടെ പേരമകനെ അവന്റെ ടീച്ചർ തട്ടിക്കൊണ്ട് പോകുമ്പോ ഷാഡോ ക്ലൗണും അതുപോലെ തന്നെ സെക്സി ജിപ്സും യൂസ് ചെയ്ത് അയാളെ എടുത്ത് ഇണ്ടൻ അടിച്ചു. ഇതിന്റെ പേര് ഹരം ജിപ്സു. യുദ്ധത്തിലും മാത്രമല്ല തന്ത്രത്തിലും നമ്മുടെ ആൾ ഒട്ടും പുറകിലല്ല. ഫസ്റ്റ് ഡേ കാക്കാഷിയുടെ തലയില് ഡസ്റ്റർ എറിഞ്ഞാണ് ആദ്യമായിട്ട് വെൽക്കം ചെയ്യുക. അങ്ങനെ ഒന്നും വിടാതെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ അവന്റെ കാര്യങ്ങളെല്ലാം തന്നെ കൊനഹമാരുവിനോട് പറയും. അടുത്തത് സാസുക. അവനാണ് ഈ ടീമിലെ തന്നെ ബുദ്ധിമാൻ. ഫസ്റ്റ് ഡേ തന്നെ ഫൈറ്റ് കൊടുത്ത സമയത്ത് ഫയർബോൾ ടെക്നിക്ക് വരെ ഉപയോഗിച്ച് കാക്കാഷിയെ പോലും നമ്മുടെ ചെറുക്കൻ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇതുപോലുള്ള ജിപ്സുകള് വലിയ വലിയ നിഞ്ചകൾ മാത്രമാണ് ചെയ്യുക. പക്ഷെ സാസുക വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു. അതും പോരാഞ്ഞ് സബൂസ വില്ലന്റെ കൂടെ ഫൈറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിക്കും. ആ ഒരു ടെക്നിക്കിന്റെ പേര് വിമൻ വിൽ ചെറിക്കോ ഇൻ ഷാഡോ എന്നാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാക്കിയ ഫൈറ്റില്
അവൻ ഉപയോഗിച്ചത് ഷെരിംഗനായി ഫൈറ്റ് ആണ്. തെക്കൈ ഗംഗൈ ചേർന്നവർക്ക് മാത്രമേ ഈ ഒരു ഷെരിംഗനായി തന്നെ ഉപയോഗിക്കാൻ കഴിയൂ. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും റഗ്ലിക്കിനടുത്ത് ആ ഒരു ഷെരിംഗനായി വിലപ്പോവില്ല. കാരണം ഷെരിംഗനായി ഉപയോഗിച്ചുകൊണ്ട് നിഞ്ചക്സു എൻജക്സു മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. റോക്ലി യൂസ് ചെയ്തത് ടൈജക്സു ആണ്. അതുകൊണ്ട് അന്ന് മാത്രം നമ്മുടെ ചെറുക്കൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അതും പോരാഞ്ഞ് ടാസുനയ്ക്ക് ബോഡി ഗാർഡായിട്ട് പോകുന്ന സമയത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ രണ്ട് വലിയ സാധനങ്ങളെ സിമ്പിൾ ആയിട്ട് അടിച്ച് ഓടിച്ചപ്പോ തന്നെ സാസുകയുടെ പവർ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇതിലെല്ലാം വലുതായി അവന്റെ അതിസുന്ദരമായിട്ടുള്ള കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് സാക്കുറയുടെ മരം പോലും കവർന്നെടുത്തു. എന്നിട്ടോ പാവം പെങ്കൊച്ചിനെ നാണം കെടുത്തി വിടുകയും ചെയ്യും. അങ്ങനെ സാസുക അവനെ കുറിച്ചും നമ്മുടെ കൊനഹമാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അടുത്തത് നമ്മുടെ 3 പേരുടെയും മാസ്റ്റർ ആയിട്ടുള്ള കാക്കാഷി. ഇദ്ദേഹത്തെ കോപ്പി നിഞ്ച കാക്കാഷി എന്നാണ് പറയാ. കാരണം ഷെരിംഗൻ കണ്ണുപയോഗിച്ചുകൊണ്ട് സാസുകയെ കഴിഞ്ഞും കൂടുതൽ കോപ്പി അടിച്ച് ഓരോ കാര്യം ചെയ്യുന്ന ആളാണ് നമ്മുടെ മാസ്റ്റർ. ഈ ഒരു കണ്ണുപയോഗിച്ചുകൊണ്ട് 1000-ലധികം ജിപ്സു നമ്മുടെ ആള് പഠിച്ചെടുത്തിട്ടുണ്ട്. എവിടെ എപ്പ പോയാലും ലേറ്റ് ആയിട്ടേ പോവുള്ളൂ. അതിന്റെ റീസൺ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടുമില്ല. താഴേക്ക് 40 വട്ടവും മേക്ക് അവർ പാരഡൈസ് എന്ന് പറയുന്ന ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുക. കാക്കാക്ഷി ആരെയും അത്ര സീരിയസ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യില്ല. ഒരു തവണ സീക്രട്ട് ടേം ജിപ്സു എന്ന് പറഞ്ഞ് വിരൽ ഉപയോഗിച്ചുകൊണ്ട് നറൂട്ടോടെ ചന്തിക്കൊരടി കൊടുത്ത് അവരെ പറത്തി കളഞ്ഞു. ഇതുപോലെ ഇടയ്ക്ക് ചില നമ്പറൊക്കെ നമ്മുടെ ആള് പുറത്തെടുക്കും. അവൻ എത്രത്തോളം ഐറ്റംസ് അറിയാവുന്ന ആർക്കും തന്നെ അറിയില്ല. അവന്റെ ഡ്രസ്സിലും മാസ്കിലും ചില കാര്യങ്ങൾ അവൻ ഒളിപ്പിച്ചു വെക്കും. അതുപോലെ തന്നെയാണ് സബൂസ പയ്യനെ പിടിക്കാൻ വന്നപ്പോ അവൻ മറച്ചു വെച്ച ആ ഒരു സ്ക്രോള് കറക്റ്റ് സമയത്ത് ഉപയോഗിച്ചത്. സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ബ്ലഡ് എടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സബൂസ ലോക്ക് ചെയ്തു. സബൂസ അങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഥ കട്ടപുകയായനെ. ഈ ഒരു ജിപ്സു ആണ് സമോണ ജിപ്സു. കാക്കാഷിക്ക് സാസുകയെ പോലെ 2 കണ്ണും ഷെരിംഗനല്ല, ഒരു കണ്ണു മാത്രമേ ഉള്ളൂ. പക്ഷെ കാക്കാഷിയും ഉച്ചിഹ ക്ലാനിൽ ചേർന്ന ഒരാളാണ്. ചുരുക്കി പറഞ്ഞാല് ചുരുളഴിയാത്തൊരു സത്യമാണ് കാക്കാഷി. അതുപോലെ മറ്റൊരു വലിയ പവർ കൂടെ അവന്റെ കയ്യിലുണ്ട്, ലൈറ്റ്നിങ് ബ്ലേഡ് പവർ. ഇത്തരത്തിലുള്ള വലിയ വലിയ ടെക്നിക്സ് ഒക്കെ കാക്കാഷിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. സബൂസ പോലും കാക്കാഷി ആള് ചില്ലറക്കാരനല്ല എന്ന് പറഞ്ഞില്ലേ. വാട്ടർ പ്രസന്റ് ജിപ്സ് ഉപയോഗിച്ച് സബൂസ കാക്കാഷിയെ ലോക്ക് ചെയ്തിട്ടും ആ ലോക്ക് പോലും സബൂസ മാസ്റ്റർ തട്ടിത്തെറിപ്പിച്ച് എസ്കേപ്പ് ആയിട്ടുണ്ട്. മക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ആ ഒരു ഗ്ലാസ് ഫ്രെയിമിൽ പെട്ടുപോകുമെങ്കിലും ആ ജിപ്സും ഷെരിംഗനായി ഉപയോഗിച്ച് കോപ്പി ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടും. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എക്സാം ടൈമില് ഓരോരുത്തരും കാണിച്ച തന്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ സബൂസയ്ക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കാക്കാഷിക്ക് ഒന്നൊന്നായിട്ട് അറിയാമായിരുന്നു. പിന്നീട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില ക്ലാഷുകളെ കുറിച്ച് പറയും. ആദ്യമായിട്ട് നറൂട്ടോയും സാസുകയും കണ്ടുമുട്ടുമ്പോ സാസുകയുടെ പുറകെ ഒരുപാട് പെണ്ണുങ്ങൾ പോകുന്ന കണ്ട് ദേഷ്യം പിടിച്ച് അവർ രണ്ടും കണ്ണോട് കണ്ടു കോർക്കും. പിന്നീട് സാസുകയുടെ പേര് ബാക്കിയുള്ള ഗ്രാമത്തിലെ ആൾക്കാർ പോലും അന്വേഷിക്കുന്ന കേൾക്കുമ്പോ വീണ്ടും നറൂട്ടോയ്ക്ക് കലിപ്പടിച്ച കാര്യം കൂടെ ഓർമ്മപ്പെടുത്തും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ലീപ്പയ്യൻ നമ്മുടെ നറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നറൂട്ടോയെ കാലെ വാരി അടിക്കും. ഒടുവിലായിട്ട് എക്സാം എഴുതാനായിട്ട് ഹാളിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് പേർക്ക് അടി കിട്ടിയതായിട്ട് കാണുക. അവിടെ വെച്ചാണ് എക്സാം എങ്ങനെ എഴുതണം, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ആൾക്കാര് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത്. അതും പോരാഞ്ഞ് കബൂട്ടോ ആവട്ടെ അവന്റെ എക്സാമിന്റെ എക്സ്പീരിയൻസും ഇപ്പൊ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നും കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിഞ്ച ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരെ ടെസ്റ്റിൽ തന്നെ പാസ്സായി. അതിലൂടെയാണ് അവർ വലിയൊരു കാര്യം തന്നെ തിരിച്ചറിഞ്ഞത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ട് വേണം അതെടുക്കാനായിട്ട്. ഒരുപക്ഷെ തീരുമാനം തെറ്റായെങ്കിൽ അത് തനിക്ക് മാത്രമല്ല ദോഷമായിട്ട് വരിക, തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും ദോഷാവും. അതുപോലെ തന്നെ ടീം വർക്ക്, അതാണ് ഏറ്റവും മെയിൻ എന്നും നമ്മുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭയം, അവനാണ് ഏറ്റവും വലിയ വില്ലൻ. അവനെ മാറ്റി നിർത്തിയാല് എല്ലാവർക്കും ലൈഫിൽ ജയിക്കാം. എന്തായാലും ആദ്യത്തെ എക്സാമില് അവര് പോലും പ്രതീക്ഷിക്കാതെ പാസ്സായി. എന്നാൽ ഇനി വരാൻ പോകുന്ന എക്സാമില് ഞങ്ങൾ നല്ല ടീമായിട്ട് നിന്ന് കട്ടയ്ക്ക് എഴുതി പോരാടുമെന്ന് അവര് പറയും. കൊനഹമാരും കൂട്ടരും ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എപ്പിസോഡ് 1 മുതൽ ഇതുവരെ നമ്മുടെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഓക്കെ, ബൈ ദ ബൈ. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതുന്നു പറഞ്ഞ് കൊനഹമാരും കൂട്ടരും അവിടുന്ന് ടാറ്റ പറഞ്ഞു പോകും. ഞങ്ങളുടെ കലക്ക് കണ്ട് നീ തന്നെ കലങ്ങി പോകുമെന്ന് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അടിപൊളിയായിട്ട് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അടുത്ത നറൂട്ടോ കുട്ടപ്പന്റെ അടിപൊളിയൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.